നമസ്കാരം. കർക്കിടക മാസം വളരെയേറെ പ്രാധാന്യമുള്ള ആത്മീയത ഇല്ലെങ്കിൽ അതിലേക്ക് ചിന്തിക്കുന്ന ധർമ്മബോധത്തെ ഉണർത്തുന്ന ഒരു മാസമായിട്ട്, രാമായണ മാസമായിട്ട് നാം കണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ക്ഷേത്രങ്ങളിൽ ഇല്ലെങ്കിൽ പല വീടുകളിലും ഇന്ത്യക്കകത്തും പുറത്തും, കേരളത്തിനകത്തും പുറത്തും പല സംസ്ഥാനങ്ങളിലും നാം കണ്ടുവരുന്നു ഗണപതി ഹോമം, ഭഗവതി സേവ. ഇതൊരു നല്ല വിഷയമാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ അതിനെ അഭിനന്ദിക്കണം. കാരണം ഒരുപാട് പേർ ഇത് മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് കരുതി അതിനെ മനസ്സിലാക്കി വീടുകളിൽ ചെയ്തു പോരുകയാണ്. തീർച്ചയായിട്ടും വളരെ ഏറെ പ്രശംസിക്കേണ്ട ഒരു വിഷയമാണ് വീടുകളിൽ ഗണപതി ഹോമം, ഭഗവതി സേവ. ഗണപതി ഹോമം അങ്ങനെയെങ്കിലും വർഷത്തിലൊരിക്കൽ വീട്ടിൽ അഗ്നിപരമായിട്ടുള്ള ഒരു ക്രിയ, അഗ്നിഹോത്രം, യജ്ഞസംസ്കാരം, ഹോമം എന്നിങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ട് എന്ന് വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അങ്ങനെ ആ ഒരു പ്രവൃത്തി വളരെ അധികം നല്ല ഒരു സത്പ്രവൃത്തിയാണ്. എല്ലാവരുടെ വീട്ടിലും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി ഗണപതി ഹോമം മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ, മതി. ഭഗവതി സേവ മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ, മതി. നമുക്കെന്താണോ പറ്റുന്നത്, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും. തീർച്ചയായിട്ടും ഈ രണ്ട് വിഷയം ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി ഗണപതി ഹോമം നടത്തുമ്പോൾ ഗണപതി ഹോമം രാവിലെ 5 മണിക്കാണ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ 4 മണിക്ക് ചെയ്യണം എന്നുള്ളത് ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. പണ്ടുള്ളവർ ശാന്തിക്കാർ ക്ഷേത്രം തുറക്കണം, 5 മണിക്ക് ക്ഷേത്രം തുറക്കണം, നേരത്തെ വന്ന് കഴിച്ചിട്ട് പോകും. അങ്ങനെ അതൊരു ശീലമായി മലയാളിയുടെ മനസ്സിൽ ഗണപതി ഹോമം രാവിലെ 5 മണിക്കാണെന്നത് എങ്ങനെയോ കടന്നുകൂടി. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാം. അവരെ പഴിച്ചിനി എത്ര കാലം നമ്മൾ ഇരിക്കും? അങ്ങനെ ഒരു ശീലം വന്നു എന്ന് കരുതി അതിനെ പറഞ്ഞ് 100 കൊല്ലം ഇനി ജീവിക്കാൻ പറ്റും? നമുക്ക് തിരുത്താം. രാവിലെ പ്രഭാതത്തിന് ശേഷം 8 മണിക്കും ചെയ്യാം, 9 മണിക്കും ചെയ്യാം. ഇനി വെളുപ്പിനെ ചെയ്തില്ലെങ്കിൽ ദോഷമുണ്ടോ? ദോഷം ഇല്ല. അത് ആ ഒരു ശീലത്തിലേക്ക് ശാന്തിക്കാർ അങ്ങനെ ചെയ്ത് നമ്മുടെ മനസ്സിനകത്ത് അത് അടിഞ്ഞു കൂടി കിടക്കുകയാണ്. അപ്പം അങ്ങനെ അത് ദയവ് ചെയ്ത് മാറ്റുക. ഗണപതി ഹോമം 7 മണിക്ക് തുടങ്ങിയാലും ഗണപതി വരും, നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ഇനി ഗണപതി ഹോമം ഇന്ന് പലതരത്തിലും നടക്കുകയാണ്. ആരെയും കുറ്റം പറയുന്നില്ല. ദയവ് ചെയ്ത് നല്ലവണ്ണം കഴിക്കുന്ന ഒരു ആചാര്യനെ സമീപിക്കുക. കാരണം ഇന്ന് അങ്ങനെ അതുമായിട്ട് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് നമുക്ക് അറിവ് കുറഞ്ഞ് പോവുകയാണ്. അപ്പോൾ 4 വിളക്കും കുറേ പൂക്കളും വെച്ചിട്ട് ഒരു അലങ്കാരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൂജ ഗംഭീരമായി എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് നാം ഇരിക്കുകയാണ്. അത് എങ്ങനെയാകണം എന്ന് ഏവരും മനസ്സിലാക്കുക. കുറച്ചൊരു സമയമെടുത്ത് ഗണപതി ഹോമത്തെക്കുറിച്ച് ഒന്ന് ഗൂഗിൾ ചെയ്യുക. ഇന്ന് എല്ലാം ലഭ്യമാണ്. കുറച്ചൊന്ന് മനസ്സിലാക്കിയ ശേഷം ഒരു ക്രിയ എന്താണ്, അതെങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെ ഇന്ന് ലഭ്യമാണ്. ChatGPTയിലൊക്കെ നമുക്ക് ചോദിക്കാം, ഗൂഗിളിൽ ചോദിക്കാം. ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിനകത്ത് തെറ്റുമുണ്ട്. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കുവാനുള്ള ബോധമുണ്ട്. പ്രബുദ്ധ മലയാളികളാണല്ലോ. അതുകൊണ്ട് ഏവരും അതൊന്ന് ഗൂഗിൾ ചെയ്യുക. അതുപോലെ തന്നെ ഭഗവതി സേവ ചെയ്യുന്നവർ ഇന്ന ദേവതയ്ക്ക് കഴിക്കണം എന്ന് പറയണം. ദുർഗയെങ്കിൽ ദുർഗ, ഭുവനേശ്വരി എങ്കിൽ ഭുവനേശ്വരി, ഭദ്രകാളി എങ്കിൽ ഭദ്രകാളി, മഹാലക്ഷ്മി എങ്കിൽ മഹാലക്ഷ്മി. അത് അവരവരുടെ ഇഷ്ടമാണ്. ഭഗവതി സേവ ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിടരുത്. ഇന്ന ദേവതയ്ക്ക് കഴിക്കണം എന്ന് പറയണം. ഭഗവാൻ, ഭഗവതി, എല്ലാ ഫീമെയിൽ ഗോഡസ് അല്ലെങ്കിൽ ദേവതകളെ പറയുന്ന വാക്കാണ് ഭഗവതി. ഭഗവാൻ, ഭഗവതി. അപ്പോൾ ഭഗവതി എന്ന് പറയുമ്പോൾ എല്ലാ ദേവതകളും അതിനകത്ത് ഉൾപ്പെടും. സ്ത്രീ ദേവതകളെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ മഹാലക്ഷ്മിക്ക് വേണമെങ്കിൽ ചെയ്യാം, ദുർഗയ്ക്ക് വേണമെങ്കിലും ചെയ്യാം. അത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടദേവതയെ സ്മരിക്കുവാനുള്ള ഒരു മാസവും കൂടിയായി. അതിനോടൊപ്പം ചേർന്ന് തന്നെ ഒരു ആചരണീയമായി എല്ലാ വർഷവും ഗണപതി ഹോമം, ഭഗവതി സേവയും വീടുകളിൽ നടത്തും. മുത്തശ്ശൻ നടത്തി, അച്ഛനും നടത്തി, ഇനി ഞാനും നടത്തും എന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യം നീങ്ങുവാനായിട്ട് സാധിക്കും എന്നുള്ളത് കൂടി ഓർക്കുമല്ലോ. ഇത് ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.